കാണിക്കുന്നത്. ഇവിടെ ഒന്നാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതിലൂടെ കേരളത്തിലും ദക്ഷിണേന്ത്യയിലാകെ തന്നെയും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചു എങ്കിൽ മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലേക്കും പോകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും റായ്ബറേലിയിലും അമേഠിയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഫില്ല് ചെയ്യേണ്ടതാണ് എന്ന സംശയമൊന്നുമില്ല. ജനങ്ങൾ തനിയെ വന്ന് വോട്ട് ചെയ്തോളുമെന്നൊന്നും കരുതാനാകില്ല. അതിനാവശ്യമായിട്ടുള്ള എലക്ഷൻ്റെ മെക്കാനിസം കോൺഗ്രസും ഉണ്ടാക്കിയേ തീരൂ എന്നുള്ളതാണ്. പിന്നെ ഈ കുടുംബാധിപത്യം എന്നുള്ള പ്രചരണം, ഇതൊക്കെ എന്ത് ഫേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ പെണ്ണുങ്ങളെ ആക്രമിച്ച് പോൺ വീഡിയോസ് ഉണ്ടാക്കുന്ന കുടുംബാധിപത്യത്തെ ഒക്കത്ത് വെച്ചിട്ടാണ് ഇവർ ഇന്ത്യക്ക് വേണ്ടി 2 രക്തസാക്ഷികളെ കൊടുത്ത കുടുംബത്തെ കുറ്റം പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ഈ പറയുന്ന BJPയുടെ ഒരു എപ്പോഴും ഉള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ആ ക്യാമ്പയിൻ്റെ ഭാഗമായി വരുന്നു എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. കാരണം കനൗജിൽ അഖിലേഷ് ഇപ്പോൾ കഴിഞ്ഞ തവണ കനൗജിൽ അദ്ദേഹത്തിൻ്റെ ഡിംപിൾ ഭാര്യ മത്സരിച്ച് തോറ്റ സീറ്റാണ്. അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 30+ ഉത്തർപ്രദേശിൽ നേടാനാകുന്നില്ല എങ്കിൽ ഇന്ത്യ നേടാനാകില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വെറും ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയോ അല്ലെങ്കിൽ യാദവ് വിഭാഗത്തിൻ്റെയോ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വിഭാഗമായിട്ടുള്ള ദളിത് വോട്ടുകളോ മാത്രമല്ല, ഇപ്രാവശ്യം താക്കൂർ വോട്ടുകൾ, അതുപോലെ തന്നെ കർഷക വോട്ടുകൾ, ആ നിലയിൽ വലിയ നിലയിലൊരു വോട്ട് വിഹിതം ഇന്ത്യ ബ്ലോക്കിന് സ്വാഭാവികമായി സ്വന്തമാക്കാൻ കഴിയുന്ന നരേന്ദ്രമോദി വേവ് ഒന്നുമുണ്ട് എന്ന് കരുതാനാകില്ല. നമ്മൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പ്രാണപ്രതിഷ്ഠയായിട്ട് നരേന്ദ്രമോദി വേവ് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് വിലയിരുത്തിയിരുന്നു. BJPയും ആ നിലയിലായി. ഇപ്പോൾ നോക്കൂ, നരേന്ദ്രമോദി അടക്കമുള്ള BJPയുടെ ഒരു പ്രചാരകനും യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാമക്ഷേത്ര നിർമ്മാണം ഉയർത്തിപ്പിടിക്കുന്നില്ല ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആ കാറ്റ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളുടെ മുമ്പിൽ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഈ പറയുന്ന അജണ്ട മാറ്റി വീണ്ടും ഒരു മുസ്ലിം ഹിന്ദു ബൈനറിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്നാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം സ്മൃതി ഒരു കാര്യം ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ 1 മിനിറ്റ് തന്നാൽ മതി. സുജയ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പം BSPയെ പോലൊരു പാർട്ടി അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ട് സ്പ്ലിറ്ററായിട്ട് അവിടെ നിൽക്കും, ഒരു സ്പോയിലർ ആയിട്ട് അവിടെ BSP ഫംഗ്ഷൻ ചെയ്യും. ഇതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളതിൽ അവസാനമുള്ളത് 2022 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആകെ കിട്ടിയത് ഒരൊറ്റ സീറ്റാണ്. BSPക്ക് ആകെ കിട്ടിയത് ഒരു സീറ്റാണ്. 2019 ശരിക്കും പറഞ്ഞാൽ മഹാഗഡ്ബന്ധൻ്റെ ഗുണം കിട്ടിയ പാർട്ടി ഏതാ? BSP ആയിരുന്നു. 10 സീറ്റാണ് BSPക്കുള്ളത്. നമുക്കറിയുന്നത് പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ടാവും. അപ്പോൾ 70 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു 40 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും മേൽക്കൈ നേടാത്ത പക്ഷം 10 സീറ്റ് ലഭിക്കില്ല. 40 മണ്ഡലങ്ങളിൽ മേൽക്കൈ ഉണ്ടായിരുന്ന 2022 2019 BSP 2022 എത്രയാലും എത്തിയെന്നറിയാവും? ഒരു നിയമസഭാ സീറ്റ്, ഒരു MLA 2 അവരുടെ വോട്ട് ശതമാനം വലിയ രീതിയിൽ കുറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്രാവശ്യം BSP ഈ പറയുന്ന ഒരു സ്പോയിലർ ആകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ BSP ഒരു സ്പോയിലറായിട്ടാണ് കളിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്ന ഒരു സെൻസിബിൾ വോട്ടിംഗ് അവിടെ ഉണ്ട്. Meet the editors.